ഈ കാണുന്ന പാറയാണ്. ഈ സൈഡിലാണെങ്കിൽ കയ്യാലെ ഇത് എങ്ങനെയാവും ആർക്കറിയാം. വണ്ടി സ്ലിപ്പായ പോയെന്ന് കൂട്ടിയാൽ മതി കേട്ടോ. ഈ വളവാണ് പ്രശ്നം. ഈ വളവിൻ്റെ അവിടെ വരുമ്പോഴാണ് വലിയ തടിയൊക്കെയാണ് കിടന്ന് ഭയങ്കര പാടാണ്. ചെറിയ തടിയാണ് അത്ര റിസ്ക് ഇല്ല. ഇത് കുത്തിവലിച്ചാൽ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. മഴ കാരണം വീണ്ടും ചെളിയായി ഇവിടെ. ഒന്നാമത് മഴ പെയ്ത് കിടക്കുമായിരുന്നു. ഈ പറമ്പിൻ്റെ അങ്ങാൻ മൂലയ്ക്ക് ഒരു തടിയുണ്ട് കേട്ടോ, അത് വലിക്കാൻ വേണ്ടി പോവാം. രാവിലെ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു തടി വലിക്കാൻ വേണ്ടിയാ, തടി വലിച്ചിറക്കാൻ വേണ്ടിയാ. രാവിലെ പോവാ. ചെറിയ വഴിയാട്ടോ കൊണ്ട് ഈ വഴിക്കടെയാണ് കയറി പോകുന്നത്. അങ്ങോട്ട് ചെല്ലുമ്പോൾ എങ്ങനെ വീതി ഉണ്ടാവുമെന്ന് അറിയത്തില്ല കേട്ടോ. തീരെ ചെറിയ വഴിയാ. രണ്ട് സൈഡിലും മതിലോ. ഒരു കുന്നാന്നാ പറഞ്ഞത്. ഒരു കുന്നിന്റെ മുകളിൽ നിന്നാ വലിച്ചിറക്കേണ്ടതാണ്. അവിടെ ചെല്ലുമ്പോ അറിയാം എങ്ങനെയാ സൈറ്റൊന്ന്. ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. ഇവിടെ തീരുവാണോ വഴി? കറക്റ്റ് ഒരു വണ്ടി ജസ്റ്റ് കയറി പോവും. അമ്മ അതിരി കേട്ടോ. അവിടെ കണ്ടോ തീരെ വീതി കുറവാ. ഇങ്ങോട്ടേക്ക് വന്നേക്ക് വീതി തീരെ കുറഞ്ഞേ. ഈ സൈഡിലൊരു മതിലും ഉണ്ട്. വണ്ടി കറങ്ങുവാണ്. ഇവിടുന്ന് റൈറ്റ് എല്ലാം കറക്റ്റ് വീതിയുള്ളത്. കോൺക്രീറ്റും ഇല്ല, ടാറിങ്ങും ഇല്ല, മൺവഴിയാ. കറക്റ്റ് നോക്കി കയറി പോയില്ലെങ്കിൽ അടുത്ത വീടിന്റെ മതില് പോകും. ഏതായാലും അവിടെ നിന്നുണ്ട്. അവിടെ നിന്നിട്ട് തിരിച്ചിട്ട് റിവേഴ്സ് കയറിപ്പോ. എങ്ങനെയാണെന്ന് അറിയത്തില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. ഇവിടെ മണ്ണ് കുറച്ചിട്ട് കൊടുത്തില്ലേ, വണ്ടി കയറിപ്പോകത്തില്ല. ഇവിടെ ചെരിവല്ല, വീതിയില്ല. ഓ മൈ ഗോഡ്, ഒരു പൈപ്പ് പൊട്ടി ഇവിടെ. പണ്ട് കാര്യം രാവിലെ തന്നെ ഒരു പൈപ്പ് പൊട്ടി. ഇവിടുന്ന് ചെറിയ വഴി അങ്ങോട്ട് വെട്ടിയിട്ട് ആ പറമ്പിലേക്ക് കയറുവാണ്. ചെരിവാ സംഭവം. ചെരിവെന്ന് പറഞ്ഞാൽ ചെരിവാ. ഇതിൽ കിറ്റാച്ചിങ്ങൊക്കെയാണ് കറക്റ്റായിരുന്നു. JCBക്ക് റിസ്ക് അത്. വഴി വെച്ചുകൊണ്ട് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ പണികളാണ്. എന്തായാലും നോക്കാം. മുകളിലേക്ക് കയറി നോക്കാം. കയറുമോ നോക്കട്ടെ ആദ്യം. താഴെ ഒരു കയ്യാലയുണ്ട്, അതൊക്കെയാണ് വിഷയം. ഏതാണ്ട് ഇച്ചിരി വീതി കൂട്ടിയെടുക്കാം. നമുക്ക് ഇറങ്ങിപ്പോകാനും കയറിപ്പോകാനും എളുപ്പം വേണമല്ലോ. എന്തായാലും ഇവിടെ കിളയ്ക്കാനുള്ളതാ. വണ്ടി ഇറങ്ങി. ഒരു സൈഡ് പൊങ്ങി നിൽക്കണം. ലെഫ്റ്റ് സൈഡ് പൊങ്ങി നിന്നാലേ വണ്ടി അങ്ങോട്ട് കയറി ലെവലാകത്തുള്ളൂ. റൈറ്റ് സൈഡ് പൊങ്ങി നിൽക്കണം.
മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. മഴ പെയ്താ ചടങ്ങാണ്. ഇതൊക്കെ നല്ല തെളിച്ചമുള്ള സമയത്തൊക്കെ ആണെങ്കിലും പണി നടക്കത്തില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കിടന്ന് തെയ്യും. ഇത് വലിച്ചോണ്ട് ഇറങ്ങി പോരാനുള്ളതല്ലേ. തടിയൊന്നും പിടിച്ചാൽ നിൽക്കുന്നില്ല, വലിയ തടിയാണ്. അതായത് അങ്ങോട്ട് കയറാം. ഇങ്ങോട്ട് കയറി കയ്യാലെ വിളിച്ചേ. നീ ഇവിടുന്ന് വഴി വെച്ച് നേരെ അങ്ങോട്ട് പോയാലേ തടിയെടുത്ത് എത്തത്തുള്ളൂ. ഇതിവിടെ മൊത്തം കിളയ്ക്കാനുള്ള ഇത് കന്നാലാണുള്ള സ്ഥലമാണ്. ഈ തടി വെട്ടി തടി മാറ്റി കഴിഞ്ഞാൽ കിളയ്ക്കാൻ വേണം. അതല്ല ഇവിടെ പിന്നെ അത് കാരണം വഴി വെട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നാലും വണ്ടി കയറാനുള്ള ആ മണ്ണ് കുറച്ച് വലിച്ച് ഇങ്ങോട്ടിടാം. അത് ഇളക്കിയിട്ടേക്കുന്ന മണ്ണാം. ഇവിടെ പാറയാണോന്ന് അറിയാം. ഇവിടെ പാറ കേട്ടോ. പാറയാണെ പണി എന്നെ വെച്ചാൽ പാറയാണെ അങ്ങനെ കയറി പോകും, എഴുതി പോകും വേണ്ടി. ചെരിഞ്ഞ പാറയാണ്. ഈ പാറക്കകത്ത് വണ്ടി കയറ്റി കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി വരുമല്ല. കയ്യാലും പൊളിച്ച് താഴെ പോകും വണ്ടി. എന്നാ ചെയ്ത് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് നടപടിയുള്ള കേസല്ല. തടി വലിച്ചോണ്ട് ഇറങ്ങി വരാനുള്ള വണ്ടി അങ്ങോട്ട് ചെരിയും. ഉണക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇത് മഴ നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തിരിച്ചിറങ്ങും. മഴയെങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ അതിന് വലിയ പണിയാവും. ഞാൻ ഇവിടെ തന്നെ വണ്ടി എടുത്തുള്ളൂ. ഇനി അങ്ങോട്ട് ഇറങ്ങുന്നില്ല വണ്ടി. എന്താ ചെയ്യുന്നത്? അതുകൊണ്ട് ഈ കാണുന്ന പാറയാണ്. ഈ സൈഡിലാണെങ്കിൽ കയ്യാലെ ഇത് എങ്ങനെയാവും ആർക്കറിയാം. പതുക്കെയാണ്ട് കയറി മഴ പെയ്താൽ പണിയാവുകയും ചെയ്യും. അതാ ഒരു പേടി. മഴ പെയ്താൽ സൈഡിലോട്ടങ്ങനെ ഇറങ്ങിപ്പോയാൽ പണിയാവും. അതിന് കേട്ട് നോക്കാം. വണ്ടി സ്ലിപ്പായ പോയെന്ന് കൂട്ടിയാൽ മതി കേട്ടോ. പാറപ്പുറത്തുള്ള കളി പറ്റത്തില്ലെന്നേ വണ്ടി കൊണ്ട്. ഡിക്കിലൂടെ മണ്ണ് വലിച്ചിടാം. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. മഴ പെയ്ത് എന്നെ ചെയ്യും. വണ്ടി എങ്ങനെ ഇറങ്ങി വരും? ഈ സൈഡ് മാക്സിമം പൊക്കി വെക്കാം. നിറച്ച് പാറയാണ്. ഇവിടെ ഒരു കുറ്റിയുണ്ട്. ആ കുറ്റി പറിക്കണം. കുറ്റി പറിച്ചിട്ട് ഈ സൈഡിലേക്ക് ചെരുവാക്കിയിട്ട് അല്ലെ പിന്നെ പാടാ. ആ കുറ്റി പറിച്ചെടുക്കും. ഈ സൈഡിൽ തന്നെ വെച്ചേക്കാം. മണ്ണ് ഒഴുകി പോകാൻ തോന്നുന്നു.
രണ്ട് ആട്ടോ വെച്ച് ഇറക്കി. ഭയങ്കര മഴയാട്ടോ ഇവിടെ. മഴ കാരണം ഒരു രക്ഷ ഇരുന്നുണ്ടോ, ഭയങ്കര കുഴിയാണ് ഇവിടെ. തടി ഇറക്കിയത് ആ ഭാഗത്താട്ടോ. ഇവിടെ ഇങ്ങനെ ഇതുവഴി വളച്ച് താഴേക്ക് ഇറങ്ങിക്കൊണ്ട് പോവാ ആ വഴി കൂടെ. നല്ല മഴയുണ്ട് ഇപ്പൊ. എന്ത് ചെയ്യാൻ. ഞാൻ ആ പാറയുടെ മുകളിൽ കൂടെയൊക്കെ കയറി വന്നു. എന്നെ ആവുമെന്ന് ആർക്കറിയാം. അവരവിടെ തടി കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കാതെ അത് കെട്ടി വലിക്കാം. ആ തടി കെട്ടിയിട്ടുണ്ടേ. ഇത് പിന്നെ ചെറിയ തടിയാന്ന് തോന്നുന്നു. ഇത് വലിയ വലിപ്പമില്ല. സിമ്പിൾ തടിയാട്ടോ. ഇത് വലിപ്പമില്ലാത്ത തടിയാ. ഇതിന് വലിച്ചോണ്ടങ്ങ് പോവാം ഓടി. രണ്ടാമത് കൊണ്ടുപോയ തടി ഭയങ്കര വലിപ്പമായിരുന്നു. ഭയങ്കര വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഇത് പിന്നെ അത്ര വിഷയമില്ല. പതുക്കെ അങ്ങ് ഓടിപ്പോക്കോളൂ. ആ ചെളിയാണ് ഇവിടെ. ഈ കറക്റ്റ് ഈ ഭാഗത്താണ് പാറ. അവിടെ നിന്ന് തെന്നിപ്പോയാ എന്നാ ചെയ്തേ. അവിടെ കറങ്ങി കിടന്നു. ആ പാറ കറക്റ്റ് ആയപ്പോഴത്തേക്ക് അവിടെ കിടന്ന് കറങ്ങിപ്പോയി. ചെളിക്കൂടാരോ ചെളിക്കൂടാരം. ഇനി ഓടുമോ നോക്കട്ടെ. ഇനി ഇവിടെ സൂക്ഷിച്ചില്ല പണിയാട്ടെ. ഇനി ഇവിടെ തെന്നി പോകും സൈഡിലേക്ക്. ഒരു ചെളിയാ. ഇവിടെ നിർത്താം. ഈ വളമാണ് പ്രശ്നം. ഈ വളവിൻ്റെ അവിടെ വരുമ്പോഴാണ് വലിയ തടിയൊക്കെയാണ് കടന്ന് ഭയങ്കര പാടാ. ചെറിയ തടിയാണ് അത്ര റിസ്ക് ഇല്ല. വണ്ടി നിൽക്കത്തില്ലേ. വണ്ടി ഭയങ്കര തന്നെ അടിച്ചു പോവാ. ഇത് കുത്തിവലിച്ചാ ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നത്. മഴ കാരണം വീണ്ടും ചെളിയായി ഇവിടെ. ഒന്നാമത് മഴ പെയ്ത് കിടക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ വലിയൊരു മഴയുടെ പെയ്തപ്പോഴത്തേക്കും വണ്ടി കയറാറായി കേട്ടോ. കയറത്തില്ലാത്ത അവസ്ഥയായി. ഒന്ന് അവിടെ കയറി കിട്ടിയാൽ കുഴപ്പമില്ല. ഈ പാറയുടെ ആ വശം ഒന്ന് കയറി കിട്ടിയാൽ രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാൽ മതി. എന്ത് ചെയ്യാനാ, മൊത്തം ചെളിയാ, മൊത്തം ചെളി. അല്ല പാറയുടെ മുകളിൽ കയറുമ്പോഴാണ് വിഷയം മൊത്തം വരുന്നത്. ഇനി കുഴപ്പമില്ല. ഇനി അത്യാവശ്യം വണ്ടി ഓടിപ്പോക്കോളൂ. കറങ്ങുന്നുണ്ട്. അത് പറഞ്ഞപ്പോ വണ്ടി നിന്ന്. അടുത്ത തടി വെട്ടിയിട്ടുണ്ട്. ഇത് വലിയ തടിയാണ് കുറച്ച്. ഇത് വലിച്ചാൽ പോയത് വരുമോ നോക്കട്ടെ. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് തടിക്ക്. താഴോട്ട് നീളമുണ്ടെന്ന് തോന്നുന്നു. തടി പണി വാളും പോലെ. കുറച്ചുകൂടെ പുറകോട്ട് ഇറങ്ങിക്കാം. താഴത്തെ കയ്യാലപ്പുറത്താണ് ഈ തടി കിടക്കുന്നത്. ഇനിയൊന്ന് വലിച്ചു നോക്കട്ടെ. കയറി പോകാൻ പോന്ന് പറയാം. ഇവിടെ തെന്നലാ. തെന്നി കളിച്ചോണ്ടിരിക്കുക കേട്ടോ. വണ്ടിയുടെ കൂടെ പോകുന്ന അവസ്ഥയാ. അവിടെ നിന്ന് മുകളിലോട്ട് കയറി കിട്ടിയാൽ കുഴപ്പമില്ല. മുകളിലേക്ക് കയറി കിട്ടിയ വണ്ടി തന്നെ കയറി പോകോളൂ.
ആ തടി മോളിൽ കയറി. നീ വലിച്ചാൽ ഇങ്ങ് പോരും. വണ്ടി സൈഡിലേക്ക് തെന്നിപ്പോവാ. മോളിൽ കയറി. ഇനി കുഴപ്പമില്ല കേട്ടോ. നീ വലിച്ചാൽ പോരും. ഭയങ്കര നീളാ, വലിയ വണ്ണമൊന്നുമില്ല തടിക്ക്. നീളം കൂടുതലാ. ഒന്നാമത്തെ കാര്യം ഇവിടെ ഒരു വളവാണ്. ഈ വളവ് വരുമ്പോഴാണ് പ്രശ്നം. ഇവിടെ ഇത്രയും വലിയ തടിയാന്ന് പറഞ്ഞ കാര്യമില്ല. ഈ വളവിൻ്റെ അവിടെ വരുമ്പോൾ വളഞ്ഞു കിട്ടാൻ പാടാ. ഈ വളവിന്റെ അവിടെ കയറാനാണ് പാട്. വേറെ ഒരു വലിയ വിഷയമില്ല. നീ വളമാണ് ഏറ്റവും വലിയ വിഷയം. ഇത് നീളമുള്ള തടിയല്ലേ. ഇവിടെയാണെങ്കിൽ ക്രെയിനൊട്ട് കയറത്തുമില്ല. ക്രെയിനൊന്നും ഇങ്ങോട്ട് ഈ വഴിക്കോട്ട് വരത്തില്ല, JCB അല്ലാതെ. തടി ഇവിടെ വരെ വലിച്ചോണ്ട് വന്നു ഒരു വിധത്തിൽ. ഇപ്പൊ താഴോട്ട് ഇറങ്ങുവാണേ. ഇത് അവിടെ താഴേന്ന് ഒരു 2 തടി വലിച്ചു കയറ്റാണ്ടായിരുന്നു. ഒരു തടി അവിടുന്ന് വലിച്ചു കയറ്റി. ഇനി 2-3 അവിടെ കണ്ടുണ്ടോ അവിടെ. താഴേക്ക് പതുക്കെ ഇറങ്ങിപ്പോവാം. നേരത്തെ ഒരു വിധത്തിലാട്ടോ ഇവിടുന്ന് ഇറങ്ങി വന്നേ. തെന്നി കളിക്കാം, ഒരു വിഷയമില്ല. താഴേന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞ് കയറി വരാനും പാടാതെ ഇവിടെ. ഇനിയുള്ള നൈറ്റൊക്കെ ഇപ്പം പണി. തടി വലിക്കാൻ പോയ അതാ അവസ്ഥ. ഓടി ഇറങ്ങത്തില്ല. ഓടി ഇറങ്ങി അങ്ങ് പോകത്തേ ഉള്ളൂ. റിവേഴ്സ് ആയാലും പറഞ്ഞ കാര്യമില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു വണ്ടി താഴെങ്ങനെയും ഇറക്കാന്നേ ഉള്ളൂ. ഇന്ന് തടി വെച്ചോണ്ട് പോക്കും പ്രശ്നമാണ്. ചെളി കുളമായിട്ട് കിടക്കാം. ചെളി വലിയൊരു തടി വലിച്ചോണ്ട് പോയി ഇപ്പൊ മുകളിലേക്ക്. ഇനിയുള്ളത് ചെറുതാന്ന് തോന്നുന്നു. ഫ്രണ്ട് റോക്കറ്റ് കുത്തി ലെവൽ ചെയ്ത് ഇറങ്ങിപ്പോരുത്. ഇത് പിന്നെ നല്ല തിരിച്ചു കയറി പോകാൻ പാടാ. ചെളിക്കുളമല്ലേ. വലിയ തടിയാണ്. നേരത്തെ കൊണ്ടുപോയത് ഇതിന്റെ തലക്കമായിരുന്നു. ചൂടായിരുന്നു. ചൂടെന്ന് പറഞ്ഞാൽ അന്യ സാധനമായിരുന്നു. ഇതിപ്പം ചെറിയതാ, തീരെ ചെറുതാ. തടി ചെറുതാന്ന് കൊണ്ടല്ല, വണ്ടി കയറത്തില്ല. അതാ പ്രശ്നം. ഉഴഞ്ഞിരിക്കുന്ന സ്ഥലം. ഈ സ്ഥലം കിടക്കാനുള്ള സ്ഥലമാണ്. ഞാൻ പിന്നെ ഒത്തിരി കാണിക്കാത്ത. വണ്ടി ഓടുമോ നോക്കട്ടെ.
കുറച്ച് കയറി പോകുന്നു കേട്ടോ. ഈ ആ കാണുന്ന വഴി കൂടെ പോകണ്ടേ, അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ കയറത്തില്ലായിരിക്കും. ഇവിടെ വരെ പോരത്തുള്ളൂ, ഇവിടെ താന്നു. തടി പടേന്ന് വലിയ കയറി പോരുന്നുണ്ടേ. തടി ഇതേ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ വേറെ പോരുന്നുണ്ട്. വണ്ടി കയറാനാ പാട്. വണ്ടി അവിടെ കുത്തി പൊട്ടി ചെളിക്കകത്തോടെ കറങ്ങിയൊക്കെ കയറി പോന്നു. കല്യാണമൊന്നും കയറത്തില്ല കേട്ടോ. ഗിയറിട്ട് പതുക്കെ പതുക്കെ പുറകോട്ട് കയറ്റുക. കയറാൻ കാരണമുണ്ട് കേട്ടോ. ഞാൻ റിവേഴ്സ് ഇറങ്ങി വന്നപ്പോൾ ബക്കറ്റ് വെച്ച് കൊടുത്തായിരുന്നു, ഫ്രണ്ട് ബക്കറ്റ് വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് ലെവലായി പോന്നു. അല്ലേ വണ്ടി കയറത്തില്ല. ഇത് വലിക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് തിരങ്ങിപ്പോവാ. അതുപോലെ ഇറക്കമാണ് ഭയങ്കര. ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ അതുപോലെ റിസ്ക് എടുത്ത വീഡിയോ എടുക്കുന്നു, പണിയുന്നു. അതിനുള്ള സപ്പോർട്ട് തരണേ. വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയാണ് ഏറ്റവും ഉപകാരം. തടി വടയെന്ന് കയറി പോരുക. അവിടെ ഒരു വലിയൊരു വളവുണ്ട്. ആ വളവ് എത്തുമ്പോഴാണ് കുറച്ചുകൂടെ പാട്. വഴിയുടെ ഏറ്റവും ടോപ്പ് എത്തി. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കയറ്റം. മറ്റേ തടി വലിച്ചപ്പോഴത്തേക്ക് ഭയങ്കര വണ്ടി ഇറങ്ങി പോവായിരുന്നു. ഇത് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വണ്ടി ഒന്ന് കയറി കെട്ടിയാൽ മതി. വലിയൊരു മഴ കൂടെ പെയ്യുന്നുണ്ട്, അതാണ് പ്രശ്നം. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വലിയൊരു തടി വലിച്ചു കയറ്റാനും ഉണ്ട്. അതെങ്ങനെ കയറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ വലിയൊരു വളോ, കൊടും വളോ. ഇവിടെ തടി പൊക്കി ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങോട്ട് നേരെ വണ്ടി നിർത്താം, അല്ല വണ്ടി തിരിയത്തില്ല. ചെളിയാന്ന്, വഴി മൊത്തം ചെളിയായിപ്പോയി. പിന്നെ ഈ വഴിക്ക് വണ്ടി ഒന്നും വരുന്നില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഇനി കുഴപ്പമില്ലെന്ന് തോന്നി. ഇനി നേരെ ഓടിപ്പോക്കോളും. അങ്ങോട്ട് കയറ്റി ഇനി വലിച്ചോണ്ട് പോകും. വലിച്ച അവിടെ ആ മറ്റേ തടിയിൽ കിടക്കുന്നിടത്ത് കൊണ്ട് വേണം ഇടാൻ. ഇന്നലത്തെ വർക്ക് കഴിഞ്ഞ് വണ്ടി അവിടെ ഇട്ടേച്ചാണോ പോന്നെ. ഇന്നിപ്പോ ഇവിടെ പണിയുള്ളതുകൊണ്ട് അവൻ ഇട്ടേച്ച് പോകുന്നു. ഈ തടി ഓടിപ്പോന്നോളൂ, ചെറിയ തടിയായിട്ട്. അതായത് ആ തടിയുടെ മുകളിൽ കയറ്റി വെക്കാം, മുകളിലേക്ക് കയറ്റി വെക്കാം. ആ തടിയുടെ മുകളിൽ കയറുകയൊക്കെ ചെയ്തു. പക്ഷെ ടയറ് അത് കുടുങ്ങി. അത് ആ താഴെ കാണുന്ന ആ വഴികളാണ് തടി കയറ്റിക്കോട്ട് പോകുന്നത്. ഇങ്ങനെ വലിച്ച് വളച്ച് കേട്ട് കയറ്റിക്കോട്ട് വന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാം തടി കൊണ്ട് അടിക്കിട്ടേക്കോ. ഇവിടുത്തെ പണി കഴിഞ്ഞ് പോവാണേ. ഇതിപ്പം രാവിലെ വന്ന എപ്പോഴാണ് വലിച്ചു കയറ്റും. ഉള്ള തടിയെ മൊത്തം വലിച്ചു കയറ്റി.
ഇനി ഒരു ചെറിയൊരു വർക്കൂടെ ഉണ്ട്, ഞാൻ അങ്ങോട്ടൂടെ പോവാം. അങ്ങനെ കഴിഞ്ഞ പരിപാടി തീരുവാ. മഴയാണ് ഇത്ര പേര്, പിന്നെ ചെയ്യാനാണോ? ഒരു 10-12 തടി ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.